വർഷവും ഈ ഉദ്ഘാടന കർമ്മം എൻ്റെ തലയിൽ ജനിക്കുമ്പോൾ തന്നെ എഴുതി വെച്ചതാണോ എന്നൊരു സംശയം ഉണ്ടാവില്ല. സത്യം പറഞ്ഞാൽ ഇതൊരു മഹാഭാഗ്യമായി കണക്കാക്കുകയാണ് ഈ ഒരു സത്കർമ്മത്തിന് ഞാൻ നിയോഗിക്കപ്പെട്ടതിൽ. എത്ര കണ്ട് നന്ദി പറഞ്ഞാലും തീരാത്ത ഒരു സത്കർമ്മം. ഞാനെപ്പോഴും പറയാറുണ്ട്, ഞാനും ജയൻ മാഷും സയാമീസ് ഇരട്ടകളാണ്. എന്താണോ അവർ മനസ്സിൽ വിചാരിക്കുന്നത് അതെനിക്കറിയാം, എന്താണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് അതെനിക്ക് മനസ്സിലാക്കാൻ പറ്റും. അവരൊത്തൊരുമയാണ്. അതിൻ്റെ സത്യവും ധർമ്മവും നീതിയൊക്കെ പാലിച്ചുകൊണ്ട് ഉള്ള ഒരു സ്നേഹബന്ധമാണ്. അത് കാത്തു സൂക്ഷിക്കുക എന്നുള്ള ഒരു ലക്ഷ്യം കൂടിയാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ കൊണ്ടു നടക്കുന്നത്. ഏതായാലും ജപ സ്കൂൾ ഓഫ് മ്യൂസിക്കിൻ്റെ 33ാം വാർഷികാഘോഷം വളരെ ഗംഭീരമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് മഹൽ വ്യക്തിത്വങ്ങളെ പ്രോത്സാഹനാർത്ഥം ജനഹൃദയങ്ങളിൽ ഇടം നേടിക്കൊണ്ടിരിക്കുന്ന വലിയൊരു കലാസ്ഥാപനമാണ് ജപ സ്കൂൾ ഓഫ് മ്യൂസിക്. കൈകളെ തുട്ടിലാക്കിയും രക്തത്തെ പാലാക്കിയും മാറിടത്തെ മെത്തയാക്കിയും ശ്വാസത്തെ ഈണമാക്കിയും വാക്കുകളെ താരാട്ടാക്കിയും കൊണ്ട് കരളിൽ വേറി നടക്കുന്ന ഏറ്റവും മഹത്തരമായ രണ്ടക്ഷരം അമ്മ, അതാണ് ശ്രുതി. ലയം അച്ഛനാണ്. ശരിക്കു പറഞ്ഞാൽ ആദി താളത്തിൽ നിന്നാണ് ഈ ഓംകാരം ശബ്ദം ഉണ്ടാകുന്നതെന്നാണ്. പ്രപഞ്ചത്തിലെ ആദ്യത്തെ പൊട്ടിത്തെറി മൂലമുണ്ടായ ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും വായുവിലുള്ള ജൈവയൗഗികങ്ങൾ വെള്ളത്തിലേക്ക് അമ്ലമുണ്ടായി, എമിനോ ആസിഡ്, ന്യൂക്ലിക് ആസിഡ്, യൂണിസെല്ലുലാർ പിക്ചർ, ബയോസെല്ലുലാർ പിക്ചർ, ഞാൻ, നിങ്ങൾ, പക്ഷിമൃഗാദികൾ, വൃക്ഷലതാദികളെല്ലാം ഈ ആദി താളത്തിൽ നിന്നുണ്ടായ തന്നെയാണ്. ആധുനികമാണ് ഇന്നും പ്രപഞ്ചം നിറച്ചും മുഴുകിക്കൊണ്ടിരിക്കുന്നത്. അത് തന്നെയാണ് ഞാൻ പല വേദിയിലും പറഞ്ഞിട്ടുണ്ട്, ഇവിടെ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. മ്യൂസിക് എന്ന് പറഞ്ഞാൽ MUSIC, മെലോഡിയസ് ആൻഡ് ഇൻ്ററപ്റ്റഡ് സ്പിരിറ്റ് ഇൻ കോസ്മോസ് എന്നാണ്. യാതൊരു സംശയവുമില്ല. അതാണ് സംഗീതം. എത്രയോ രാഗങ്ങളുണ്ട്. പല രാഗങ്ങളെക്കുറിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു, 22 മേളരാഗങ്ങളെക്കുറിച്ചിട്ട്. ഷഡ്ജം എന്ന് പറഞ്ഞാൽ എന്താണ്? ഷഡ്ജം, സാ, ഷഡ്ജം എന്ന് പറഞ്ഞാൽ, ഷഡ് എന്ന് പറഞ്ഞാൽ 6, ജം എന്ന് പറഞ്ഞ് ജനിപ്പിക്കുക. 6 മക്കളെ ജനിപ്പിക്കുന്ന അച്ഛനും അമ്മയുമാണ് ഷഡ്ജം സാ എന്ന് പറയുന്നത്. മൺമറഞ്ഞ വി ദക്ഷിണാമൂർത്തി ഉൾപ്പെടെയുള്ള മഹാനുഭാവന്മാർ ഈ സ്ഥാപനത്തിൽ നേരിട്ട് വന്ന് അനുഗ്രഹം ചൊരിഞ്ഞിട്ടുണ്ട്. മടപ്പള്ളിയിലും ലോകനാർക്കാവിലും പുന്നൂലും മാഹിയിലും ഈ വിദ്യാലയത്തിൻ്റെ ശാഖകൾ വ്യാപിച്ചു കിടക്കുന്നു. പഠിച്ചു കഴിഞ്ഞ കൃതികൾ അവതരിപ്പിക്കുന്നതിനായി നിരവധി ക്ഷേത്രങ്ങളിലൂടെയുള്ള പഠനയാത്രകൾ ഈ സ്ഥാപനത്തിൻ്റെ മുതൽക്കൂട്ടാണ്. കൂടാതെ നവരാത്രി സംഗീതോത്സവ വേദികൾ, ഗുരുവായൂർ ചെമ്പൈ സംഗീതോത്സവ വേദി, വാർഷികാഘോഷ വേദികൾ, ഇവിടങ്ങളിലൊക്കെ വിദ്യാർത്ഥികൾക്ക് മാറ്റുരക്കാൻ കഴിയും. ഇതിൻ്റെ എല്ലാം പിറകിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മുടെ എല്ലാം അഭിവന്ധ്യ ഗുരുവായ ശ്രീ യു ജയൻ മാസ്റ്ററാണ്. നിരവധി ഭക്തിഗാനങ്ങൾക്ക് സംഗീത സംവിധാനം നിർവഹിച്ചിട്ടുണ്ട്. അത്തരം സംഗീത സംവിധാന നിർവഹണം നടത്തിയ ലോകനാർക്കാവ് ക്ഷേത്രത്തിൻ്റെ ജപം കേസറ്റുകൾ, മമ്മിയൂർ ക്ഷേത്രം, ഗുരുവായൂർ ക്ഷേത്രം, മറ്റ് നിരവധി പ്രാദേശിക ക്ഷേത്രങ്ങൾ ഇവയ്ക്ക് വേണ്ടി ചെയ്ത CD-കൾ, ആൽബങ്ങൾ എന്നിവയും പ്രചുര പ്രചാരം നേടിയിട്ടുണ്ട്. ജയൻ മാസ്റ്റർ ഈണം പകർന്ന ഗാനങ്ങൾ സുപ്രസിദ്ധ പിന്നണി ഗായകരായ P. ജയചന്ദ്രൻ, P. ലീല, ചെങ്ങന്നൂർ ശ്രീകുമാർ, വിധുപ്രതാപ്, മധു ബാലകൃഷ്ണൻ, സുദീപ് കുമാർ, സിന്ധു പ്രേംകുമാർ തുടങ്ങിയവർ ആലപിച്ചിട്ടുണ്ട്. ഇതിനിടയിൽ ഭാരത് സേവക് സമാജ് ദേശീയ അവാർഡ് യു ജയൻ മാസ്റ്റർ കരസ്ഥമാക്കിയിട്ടുണ്ട്. 33 വർഷത്തെ പഠന പാരമ്പര്യം നിലനിർത്തി പ്രതിഭകളായ നിരവധി വിദ്യാർത്ഥികളെ വാർത്തെടുത്തുകൊണ്ട് സംഗീത സാഗരത്തിലേക്കുള്ള ഒഴുക്ക് ഇന്നും തുടരുകയാണ്. ഈ റിപ്പോർട്ട് ഇവിടെ ചുരുക്കും. നമ്മുടെ മുഖ്യപ്രഭാഷണം നടത്തുന്നത്
നമ്മുടെ ജപാ സ്കൂൾ ഓഫ് മ്യൂസിക്കിൻ്റെ എല്ലാ കാലത്തും മാഹിയിൽ ജപാ സ്കൂൾ ഓഫ് മ്യൂസിക്കിൻ്റെ പ്രവർത്തനത്തിൽ നമ്മുടെ എല്ലാം ഉപദേശങ്ങൾ സ്വീകരിക്കുകയും അദ്ദേഹത്തിൻ്റെ എല്ലാവിധ സഹായ സഹകരണങ്ങളും ചെയ്തു തരുന്ന ശ്രീ ചാലക്കുരു പുരുഷു ആണ്. അദ്ദേഹത്തെ ബഹുമാനപൂർവ്വം മുഖ്യപ്രഭാഷണം നടത്താൻ വേണ്ടി ക്ഷണിക്കുന്നു. ആരാധ്യരായ സംഗീത ഗുരുക്കന്മാരെ, പ്രതിഭകളായ വിദ്യാർത്ഥിനികളെ, ആസ്വാദകരെ, മുഖ്യ ഭാഷണം എന്നൊക്കെ കേട്ടിട്ട് ആരും ഭയപ്പെട്ട ആവശ്യമൊന്നുമില്ല. ആകാശത്തെ കരിമേഘ പഠനങ്ങൾ കണ്ടുകൊണ്ടാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഇവിടെ നിന്ന് വടകര വരെ ബസ്സിൽ ആ കർണാടക സംഗീതം, അതിൽ രാഗാലാപനം, പല്ലവി അനുപല്ലവി, അതിൻ്റെ കൂടെ തന്നെ നിരവൽ, പിന്നെ മനോധർമ്മസ്വരം. അതുകൂടാതെ തന്നെ ഏത് രാഗത്തിലാണോ കീർത്തനം പാടിയിരിക്കുന്നത് അതേ രാഗത്തിൽ തന്നെ ഒരു സിനിമാ ഗാനം ആലപിക്കണം. അങ്ങനെ ഏറ്റവും നല്ല ഒരു പ്രതിഭയായി സെലക്ട് ചെയ്യുന്ന ഒരു വ്യക്തിത്വത്തിന് എൻ്റെ അച്ഛൻ്റെ പേരിൽ CK പണിക്കർ സ്മാരക ട്രസ്റ്റിൻ്റെ പേരിൽ ഒരു 10,001 രൂപ ക്യാഷ് അവാർഡ് കൊടുക്കുന്നതായിരിക്കും. അതെല്ലാവരും നെഞ്ചേറ്റി എടുക്കണം. കാരണം എല്ലാവരും സംഗീതം അറിയുന്നവരാണ്. സരസ്വത്യ സനദ്വയം ഏകമാപാദം, അങ്ങനെയല്ലേ പറഞ്ഞു അല്ലേ? സംഗീതമപി സാഹിത്യം സരസ്വത്യ സനദ്വയം ഏകമാപാദമധുരം അന്യത ആലോചനാമൃതം. ഈ അന്യത ആലോചനാമൃതമായിരിക്കുന്ന ആശയത്തെ ആപാദമധുരമാക്കുന്ന സംഗീതമാണ്. ഇപ്പം നമ്മൾ വർത്തമാനം പറയുന്നതും സംഗീതമാണ്. അതിന് നൊട്ടേഷൻ ഉണ്ട്. ഇപ്പോൾ സരി ഗ ഗ ഗ ഗ ഗ ഗ ഗ ഗ രി ഗ മ ഗ ഗ ഗ ഗ നീതി നീതി സാലെ ജനഗണമന. നമ്മൾ സംസാരിക്കുന്നതിലും സംഗീതമുണ്ട്. ഇപ്പോൾ ഞാനൊരു വഴിയിലേക്ക് കൂടി ഇങ്ങനെ നടന്നു പോകുമ്പോൾ ജയമാഷ് ഓപ്പോസിറ്റായിട്ട് വരുന്നുണ്ട്. അപ്പോൾ എന്നോട് ചോദിക്കുന്നത് എടുത്തേക്കാ പോന്നേ, എടുത്തേക്കാ പോന്നേ. ആ സംഗീതമാണ്. സക രീക എന്നതിൻ്റെ സ്വരം. എടുത്തേക്കാ പോന്നേ, എടുത്തേക്കാ പോന്നേ. അപ്പം ഞാൻ പറയും ഏടിയില്ല, അല്ലെങ്കിൽ മീൻ വാങ്ങാൻ പോന്ന്. അതിൻ്റെ നൊട്ടേഷൻ എന്താണ്? ഗ സ സ സ സ. എനിക്ക് അദ്ദേഹത്തിൻ്റെ കൂടെ പോകാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാനും വരട്ടെ നിങ്ങളെ കൂടെ, അല്ല ഞാനും വരട്ടെയോ നിൻ്റെ കൂടെ. പരപകരി ശരീരക എന്നാണ്. ഏത് നമ്മുടെ സംസാരം പോലും സംഗീതമാണ്. അതുകൊണ്ട് എൻ്റെ മക്കൾ നന്നായിട്ട് പഠിക്കുന്ന പഠിതാക്കൾ നല്ലൊരു കീർത്തനം സെലക്ട് ചെയ്യുക. അതിൻ്റെ രാഗാലാപനം, കൃതി, നിരവൽ, മനോധർമ്മസ്വരം പ്ലസ് ഏറ്റവും നല്ലൊരു ചലച്ചിത്ര ഗാനം കൂടെ പാടിയിട്ട് ഫസ്റ്റ് കിട്ടുന്ന കുട്ടിക്ക്, ഒരു വ്യക്തിത്വത്തിനെ എൻ്റെ അച്ഛൻ്റെ പേരിൽ CK പണിക്കർ സ്മാരക ട്രസ്റ്റിൻ്റെ പേരിൽ 10,001 രൂപ എൻ്റെ വക ഞാൻ കൊടുക്കുന്നതാണ്. അതിനുവേണ്ടി ഇപ്പോഴേ ട്രൈ ചെയ്യണം. എല്ലാവർക്കും നന്മകൾ നേരുന്നു.